ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 100% ഫിസിക്കൽ അടിക്കുന്നു. യാതൊരു മാറ്റമില്ല. എന്തായാലും ഫിസിക്കൽ അടിച്ചിട്ടേ പോവുള്ളൂ. അവർ മനസ്സുണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഫിസിക്കൽ കിട്ടും. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് കോഴിക്കോട് വന്നിട്ടുള്ള അരുണിനെയാണ്. അരുൺ ഫോറസ്റ്റ് ഡൈവർ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കൺഗ്രാറ്റ്സ് അരുൺ. അരുൺ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? നമ്മുടെ 2 മാസത്തെ വർക്കൗട്ട് കൊണ്ട് അരുൺ എന്താണ് ഒരു ഫീഡ്ബാക്ക് ഇവിടെ പറയാനുള്ളത്? ഞാൻ കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എനിക്ക് 4 ഐറ്റം ഏകദേശം കിട്ടാറുണ്ട്. പക്ഷേ 2 ജമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ആ ജമ്പ് സെറ്റാകുന്നില്ല. അപ്പോൾ ജമ്പ് ഇല്ലാണ്ട് ഒരിക്കലും ഫിസിക്കൽ പാസ്സായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൽമാൻ എന്ന് പറയുന്നത്. ആൾ കോഴിക്കോട് 108 ആംബുലൻസിൽ ഡ്രൈവറാണ്. അപ്പോൾ ആളും ലിസ്റ്റിലുണ്ട്, PSC ലിസ്റ്റിൽ, ഇടുക്കി ലിസ്റ്റിൽ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു നമുക്ക് കഞ്ചിക്കോടേക്ക് പോവാം, കഞ്ചിക്കോട് സാറുണ്ട്, രാജേഷ് സാറുണ്ട്, സാറടുത്ത് പോയി നമുക്ക് ജമ്പ് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൽമാനോട് പറഞ്ഞ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പേ സൽമാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് പോന്നു. അപ്പോൾ എന്നോട് ഇവിടെ വന്ന് സൽമാൻ ഒരു ആഴ്ച കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് എന്നോട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാനൊരു 18-ാം തീയതി അവിടുന്ന് പോന്നു. 2 മാസം ഇവിടെ നിന്ന് സാറ വർക്കൗട്ട് കൊണ്ട് എനിക്ക് ലോങ് ജമ്പ് കിട്ടി. പിന്നെ ഹൈ ജമ്പും ഏകദേശം ഞാൻ സെറ്റാക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ഇവിടുന്ന് പോകുന്ന നേരം തന്നെ. പിന്നെ ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ച സംഭവമാണ് ഫിസിക്കൽ പാസ്സായത്. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ 30 വയസ്സ് കഴിഞ്ഞതിനെ കൊണ്ട് ഈ പോലീസിൻ്റെ സെയിം ഫിസിക്കലാണ്. ആ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഫിസിക്കലായിരുന്നു. ഇത്രയും കാലം ഇവിടെ പോലീസ് എല്ലാ ഫിസിക്കലും നടന്നു. പക്ഷേ ഭയങ്കര ടൈറ്റ് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഫിസിക്കലാണ്. പാസിംഗ് റേറ്റ് 6, 7 ഒക്കെയാണ് വരുന്നത്. എന്തായാലും സാറ വർക്കൗട്ട് എനിക്ക് അതിനെക്കൊണ്ട് ഈ ജമ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധിച്ച് സാർക്ക് നന്ദി പറയാണ്. താങ്ക് യു. പിന്നെ ഇനി അങ്ങോട്ട് ആര് വരികയാണെങ്കിലും കോഴിക്കോട് നിന്നായാലും എവിടെ നിന്നായാലും കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ 100% ഫിസിക്കൽ അടിക്കുന്നു. യാതൊരു മാറ്റമില്ല. എന്തായാലും ഫിസിക്കൽ അടിച്ചിട്ടേ പോവുള്ളൂ. അവർ മനസ്സുണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഫിസിക്കൽ കിട്ടും. പിന്നെ സാറ വർക്കൗട്ട് തന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങും. മാക്സിമം പോയ 8:30 വരെ ഉണ്ടാവും. ആ വർക്കൗട്ടിൽ വെള്ളം ചേർക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞാൻ വരുന്നേരം എൻ്റെ കൈമിൽ 4 ഐറ്റം ഉണ്ടെങ്കിൽ കൂടി ഉള്ളപ്പൊക്കെ വെറും 3 4 പോവുള്ളൂ എനിക്ക് കോഴിക്കോട് നിന്ന്. ഇപ്പം ഞാൻ 10 സുഖമായിട്ട് അടിച്ചിട്ടാണ് 8 അടിച്ചിട്ടാണ് ഞാൻ പാസ്സായത്. യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ സാറ് ഇവിടുന്ന് ബാക്കി എല്ലാ വർക്കൗട്ടുകളും ഇനിയിപ്പോൾ റോപ്പായാലും എല്ലാം സാറ് ഇവിടെ റോപ്പ് ഞങ്ങളെ റൂമിൽ കെട്ടി തന്നിട്ടുണ്ട്. പിന്നെ എല്ലാ ഡംബല് എല്ലാ കാര്യങ്ങളും വെയിറ്റ് എടുക്കാനാണെങ്കിൽ എല്ലാ സംവിധാനവും സാർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രിക്കറ്റ് ബോൾ കിട്ടാനാണെങ്കിൽ സാറ് ടെറാബാൻഡ് യൂസ് ചെയ്ത് കണ്ട് ഞങ്ങൾക്ക് പല ട്രെയിനിങ്ങുകളും എല്ലാ സാധനവും സാറ് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് ഫിസിക്കൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാർക്ക് ഞാൻ നന്ദി പറയാണ്. ഓക്കെ, എന്തായാലും അരുൺ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. CPO അതേപോലെ ഒരുപാട് എല്ലാ ഫിസിക്കലിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബെല്ലി ജമ്പിനെ കുറിച്ച് അരുണും ഒരുവിധം സെറ്റായി 132 ചാടിയിട്ടുണ്ടായിരുന്നു, 128 സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെല്ലി ജമ്പിനെ കുറിച്ച് എന്താണ് അരുണിന് പറയാനുള്ളത്? ഞാൻ നാട്ടിൽ ചാടിയിരുന്നത് സിസറായിരുന്നു. അപ്പോൾ സിസർ ചാടുന്ന നേരം എന്ന് വെച്ചാൽ ഏറി വന്നു കഴിഞ്ഞാൽ 120 അല്ലെങ്കിൽ 125. അത് തന്നെ ബാറ് തട്ടിങ്ങാണ്ട് വീണ് ഭയങ്കര സങ്കടമായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ സാറെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് വർക്കൗട്ട് ഉണ്ട് ജമ്പിന് വേണ്ടിയിട്ടുള്ള. ആ വർക്കൗട്ട് 2-3 കിട്ടിയതിന് ശേഷം തന്നെ ഞാൻ 127, 128 നല്ല ഫ്രീ ആയിട്ട് ചാടി. പിന്നെ സ്റ്റെപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. അപ്പോൾ സാറ് പറയും ടെൻഷൻ ആവണ്ട, ഞാൻ ഇവിടുന്ന് പെട്ടിയെടുത്ത് പോകാൻ നിന്നതാണ് ഒരു ദിവസം. എനിക്ക് ജമ്പ് സെറ്റാകുന്നില്ല. അതിൽ ഞാൻ എന്താ വെച്ചാൽ വർക്കൗട്ട് കൂടുതൽ ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. പക്ഷേ ആ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ജമ്പ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. 130 ഞാൻ സിമ്പിളായി ചാടിക്കൊണ്ട് നിന്ന്. പിന്നെ അതിൻ്റെ രീതിയിൽ മുമ്പോട്ട് ഇനിയും ഒരു 2 ആഴ്ച കൂടിയും കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് പോവാം. അപ്പോൾ സാറ് ഇവിടെ വരുന്ന ആൾക്കാർ കാര്യമായിട്ടും വരുന്നത് ജമ്പിനാണ്. ആർക്ക് വേണമെങ്കിലും ജമ്പ് ഇവിടെ വന്ന് സെറ്റാക്കി പോവാം, 100% ഗ്യാരണ്ടി. അരുൺ ഇവിടെ 1 മാസത്തെ വർക്കൗട്ട് കൊണ്ട് ആകെ ഒരു ഡിപ്രഷൻ അടിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. കാരണം ലോങ് ജമ്പ് ഒക്കെ അരുൺ ചാടിയത് വളരെ മിസ്റ്റേക്കാണ്. ഒന്നും ലോങ് ജമ്പ് ഒരു ചാട്ടം പോലും നേരെ ചെയ്യാൻ കഴിയില്ല. ഒരു ഗേൾസ് ചെയ്യുന്ന അത്ര പോലും ലോങ് ജമ്പ് ചാടാൻ അരുണിന് കഴിഞ്ഞില്ല. അപ്പോൾ അരുൺ വിചാരിച്ച് ഇവിടുന്ന് പെട്ടിയെടുത്ത് പോകാൻ നിന്നു. അപ്പോൾ ഒരുപാട് നമ്മുടെ ടീമിൽ തന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടും ഉപദേശിച്ചിട്ടാണ് അരുൺ ഇവിടെ നിന്നത്. ഞാനും പറഞ്ഞു. അപ്പോൾ അരുണിന് അതിനെ കൂടെ എന്താണ് പറയാനുള്ളത്? ഞാനിവിടുന്ന് ഹൈ ജമ്പ് കിട്ടായിട്ട് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് സാറ വീട്ടിൽ വൈകുന്നേരം പോയി ജമ്പ് ട്രൈ ചെയ്യുന്നേരം ജമ്പ് കിട്ടുന്നില്ല. ആകെ ബാറൊക്കെ തട്ടി ഭയങ്കര ഡെസ്പായി നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ടീമിലുള്ള ആൾക്കാർ തന്നെ, ഒന്ന് മൂന്നാട്ടൻ, സൽമാൻ, ഇവരെ പോലുള്ള ആൾക്കാർ, ഷമീർക്ക, ഇവരൊക്കെ
അത്രയും എന്നോട് പറഞ്ഞ് നമുക്ക് കിട്ടും. ഷമീർക്കാക്ക് എന്നോട് ഇവിടുന്ന് റൂമിൽ പോയി കഴിഞ്ഞാൽ എന്നോട് പറയാം ജമ്പ് എന്തായാലും എനിക്ക് കിട്ടും. അതുപോലെ മൂന്നാട്ടനൊക്കെ എന്നോട് പറഞ്ഞ് എന്തായാലും എനിക്ക് ജമ്പ് കിട്ടും, 100% ഗ്യാരണ്ടി പറയുന്നത്. ഫിസിക്കലായിട്ട് ഈ എന്തായാലും മുമ്പിലെത്തും. ആ മൂന്നാട്ടനും സൽമാനും ഷമീർക്ക് അങ്ങനെയുള്ള കുറേ ആൾക്കാർ അത്രയും സപ്പോർട്ട് ചെയ്തതും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റി. ഈ മൂന്നാട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സപ്പോർട്ട്. ആള് പറഞ്ഞു വെച്ചാൽ ആൾക്ക് ഫിസിക്കൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഫിസിക്കൽ കിട്ടണം എന്ന് അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ നല്ലൊരു ഇവിടെ ഇപ്പം ഇനിയിപ്പോൾ CPOൻ്റെ ആൾക്കാരായാലും എല്ലാവരും ഹോസ്റ്റലിൽ ഒരുമിച്ച്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു കിട്ടലാണ്. എല്ലാ സ്ഥാപനത്തിലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ രാവിലെ വന്ന് വർക്കൗട്ട് കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേ പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഉച്ചയ്ക്കും വൈകുന്നേരം ഇനിയിപ്പോൾ ഒരു കല്യാണം ആയാലോ ഒരു അമ്പലത്തിലെ പരിപാടി ആയാലും എല്ലാത്തിനും ഒരുമിച്ച് പോകും. ഇവിടെ കുറേ വന്നപ്പോൾ കുറേ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ എല്ലാം നല്ല മൂന്നാട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഏട്ടൻ്റെ മാതിരി പറഞ്ഞു തരാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ്. അവരൊക്കെ മോട്ടിവേഷൻ കൊണ്ടാണ് ഫിസിക്കൽ പാസ്സാകാൻ കഴിഞ്ഞതെന്ന് തന്നെ പറയാം. ഓക്കെ, ഇവിടെ വന്ന് പാസ്സായി പോവുക എന്നുള്ളത് അതിനൊക്കെ അപ്പുറം ഇവിടെ വന്ന ഒരു ഫീഡ്ബാക്ക് പറയുമ്പോഴാണ് ഇനി അടുത്തുള്ള ഒരു ഫിസിക്കലി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ. അത്രേ നമ്മൾ ഈ ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും അരുൺ കോഴിക്കോട് നിന്ന് വീണ്ടും ഇവിടെ ഫീഡ്ബാക്കിന് വന്നതിൽ തന്നെ വളരെ സന്തോഷം. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കഞ്ചിക്കോട് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ജമ്പുകൾ നിങ്ങൾക്ക് സെറ്റായി നിങ്ങൾ 100% ഫിസിക്കലി പാസ്സാക്കി തരാൻ എനിക്ക് കഴിയും. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു അരുൺ. വെരി ഗുഡ്. അടിപൊളി.